ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ലുലുവില് ഇപ്പൊ ഓഫർ സെയിൽ നടക്കല്ലേ. അപ്പൊ ഞാൻ പോയിട്ട് വീട്ടിലോട്ട് ഒരു സാധനം മേടിച്ചോ. അതാണ് വേണ്ട ഈ ബാക്കി ഇരിക്കുന്ന ഈ ഒരു ഐറ്റം. ഞാൻ പറഞ്ഞായിരുന്നു അമ്മയടുത്ത് ഞാൻ ഒരു സാധനം മേടിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ ഞാൻ പോയത്. പക്ഷെ ഇതാണെന്ന് അമ്മ വിചാരിക്കത്തില്ല. കുറച്ച് ദിവസം കൊണ്ട് ഞാൻ പറയുന്നുണ്ട് ഒരു PS5 എടുക്കണം, ഗെയിം കളിക്കാൻ വേണ്ടി എടുക്കണം എന്ന് പറയുമായിരുന്നു. മിക്കവാറും അമ്മ വിചാരിച്ചേക്കുന്നത് ഞാൻ PS5 മേടിച്ചുകൊണ്ടാണ് വരുന്നതെന്ന് വിചാരിക്കത്തുള്ളൂ. പിന്നെ വീട്ടിൽ ഇരിക്കുന്ന എയർ ഫ്രയറും അടിച്ചു പോയി, അതിപ്പോ വർക്ക് ചെയ്യുന്നില്ല. ആരും വരുന്നില്ലല്ലോ. അമ്മ അപ്പി ചോദിക്കുന്നു. ബിന്ദുവിന്റെ വീടാണോ? അല്ലേ, കൊച്ചുവിന്റെ. അതേതായി കൊച്ചു? ഉറക്കുമായിരുന്നു തോന്നുന്നല്ലേ? ഫോണില്ല. ഞാൻ ഒരു മുതുക്ക് സാധനം മേടിച്ചമ്മ. എന്തിനാ ഉള്ള കണക്കല്ലേ? അച്ഛൻ എന്തി? അച്ഛൻ കളഞ്ഞ അല്ല, വണ്ടി എന്തര ഓട്ടോ ഉണ്ട് കുറച്ച്, അങ്ങനെ പോയി. ഡൈ അടിക്കണ്ടേ? ഫുള്ള് നരച്ചമ്മ. പിന്നെ ഞാൻ ഇങ്ങനെ ഇപ്പൊ നര കൂടിയാ? നീ ഇതൊന്നും ശ്രദ്ധിക്കാറില്ലേ? അമ്മയുടെ തലയൊക്കെ നരച്ചേട്ടാ. നരച്ചു. മറ്റേ പെഡിക്കൂർ മാനിക്കൂർ കൊണ്ട് കൈയൊക്കെ വരച്ച്. പെഡിക്കൂർ മറ്റേ പെഡിക്കൂർ മാനിക്കൂർ മറ്റേ കാലൊക്കെ വരച്ച് വൃത്തിയാക്കുന്ന അതൊക്കെ ചെയ്യാം. ഇവിടെ നമുക്ക് പേരെഴുതിയാലേ എന്തിരുന്ന് ടാറ്റു അടിക്കല്ലേ? നമ്മുടെ മേൽവിലാസോ? അച്ഛന്റെ പേരെഴുതാനാ? അങ്ങനെയാണ് അമ്മ ചെയ്യുന്ന. ഈ കപ്പിള്, അതായത് ഭാര്യ ആയാലും ഭർത്താവായാലും ഭാര്യയുടെ പേര് ഭർത്താവ് എഴുതും, ഭർത്താവിന്റെ പേര് ഭാര്യ എഴുതും കയ്യില്, അങ്ങനെയൊക്കെ. അതുപോലെ അടി ഒരു സർപ്രൈസ് ഉണ്ട്. എന്തുവാണ് സർപ്രൈസ്? അച്ഛല്ലല്ലേ? എന്തിനായിരിക്കും അത്? നീ നല്ല ഗെയിം കളിക്കുന്നതാണോ മേടിച്ച? PS5 PS5. അതെ, അത് റിവീൽ ചെയ്യണം. ഒരു മുണ്ടിഞ്ഞെടുത്തിട്ടോ തുണി, നിങ്ങൾ പൊക്കി നോക്കിയാ മതി. റിവീൽ ഇന്ന് വെറൈറ്റി അൺബോക്സിംഗ് ആണ്. ഗിഫ്റ്റ് ചെയ്യാൻ റാപ്പ് കിട്ടിയില്ല കേട്ടാ, അതിനോണ്ട് ഒരു മുണ്ടിഞ്ഞെടുത്തിട്ടോ. എടുത്തിട്ടാ ആ തുണി പൊക്കാം. നമ്മള് കാറൊക്കെ റിവീൽ ചെയ്യില്ലേ, തുണി പൊക്കാന്ന്. നിങ്ങള് അവിടെ മണ്ട എന്നാ മതി കേട്ടാ, ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ട് വിളിക്കാം. ഇപ്പോഴത്തേനും വന്നാൽ മതി. ഇത്രയും ബിൽഡപ്പിന്റെ ആവശ്യം ഉണ്ടാ? ഓവർ ആക്കുന്നല്ലേ? എന്നാലും കുഴപ്പമില്ല, രസമല്ലേ? വെറൈറ്റി. കയറിപ്പോടാ ഹാപ്പി. ഇന്നലെ പട്ടിയുടെ ഉറക്കം ഓടി. കയറാ എടാ ഷുട്ടുമണി, നിന്നെ നാണുണ്ടല്ലോ, നിന്നെ ഞാൻ അടിച്ച് സെറിയാക്കും. ഇന്ന് നീ പട്ടിയുടെ പുറത്ത് ഓടിയാ. നമ്മുടെ ഗിഫ്റ്റ് നമ്മൾ ഇതിൻ്റെ കൂടെ മൂടി വെച്ചിട്ടുണ്ട്. അമ്മ ബാ ഇറങ്ങി വാ. അതൊക്കെ സെറ്റാ. വാ, വലിയ സാധനം. അതാ ഇത് കീഴി കൂടെ നോക്കുന്നത് എന്തായാലും. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് അൺബോക്സ് ചെയ്യാനായിട്ട് അമ്മയെ സ്വാഗതം ചെയ്യുന്നു. വരിക, ഇങ്ങോട്ട് വരിക. ഇങ്ങനെ നമ്മള് വണ്ടിയൊക്കെ പൊക്കത്തില്ലേ, അതുപോലെ ഇങ്ങനെ എടുത്തോ. അവിടെ ഇങ്ങോട്ട് വലിക്കട്ടെ. അങ്ങനെ വലിച്ചോ. അൺബോക്സ്. ഓവല. എങ്ങനെയുണ്ടായിരുന്നു എന്റെ സർപ്രൈസ്? ഉള്ള ഞെട്ടിയോ? ഇത് ആദ്യമായിട്ടായിരിക്കും ആരെങ്കിലും ഇങ്ങനെ ചെയ്തല്ലേ. നമ്മളത് പന്നലായിരുന്നു കേട്ടോ. നമ്മുടെ എയർ ഫ്രയർ അടിച്ചു പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു ഒരു എയർ ഫ്രയർ മേടിക്കാന്ന് വിചാരിച്ചു. കാരണം എയർ ഫ്രയർ ഭയങ്കര യൂസ് ആണ്. എണ്ണയില്ലാതെ നമുക്ക് ഉണ്ടാക്കി എടുക്കാമല്ലോ. ഇതിൽ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഓവനായിട്ട് ഉപയോഗിക്കാം, എയർ ഫ്രയർ ആയിട്ടും ഉപയോഗിക്കാം. രണ്ടിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. അതുണ്ട് എയർ ഫ്രയർ, ഓവൻ, 25 ലിറ്റർ, ഫ്രഞ്ച് ഡോർ. അതായത് ഇങ്ങനെ തുറക്കാം. കൊള്ളായിരുന്നു കേട്ടോ. ഇതിലൊരെണ്ണം മേടിക്കണമെന്ന് പറഞ്ഞിരുന്നതായിരുന്നു നമ്മള്. ഓഫർ എന്ന് വെച്ചാൽ ഇത് എനിക്കൊന്ന് ഇപ്പൊ 13,900 കൊണ്ടാണ് റേറ്റ്. ഒരു 1000 രൂപയുടെ ഡിസ്കൗണ്ട്. ഇപ്പൊ എത്ര രൂപ? 12,900. ഫാബർ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ്. 2 വർഷം വാറണ്ടി കൊണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്കും മറ്റു സാധനമൊക്കെ ഉണ്ടാക്കാം. ഇത് പൊട്ടിക്കണ്ടേ? ഇനി അച്ഛനും കൂടെ വന്നിട്ട് ഇനിയിപ്പോ അച്ഛൻ വന്നിട്ട് പൊട്ടിക്കുന്ന അച്ഛൻ വന്നിട്ട് പൊട്ടിക്കുക. ഇത് പൊട്ടിരിക്കട്ടെ കേട്ടോ, അച്ഛനോട് വരട്ടെ, എന്നിട്ട് അച്ഛനെ കൂടെ തുണി നോക്കി കാണിക്കാം. ഹേ ഗൈസ്, അങ്ങനെ അച്ഛൻ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് കണ്ടായിരുന്നാ വന്നപ്പോഴേ? അതൊക്കെ വെറൈറ്റി ഐറ്റമാണ്.
അമ്മ ഒരു ട്രിപ്പ് നമ്മള് തുണി പൊക്കൽ കഴിഞ്ഞായിരുന്നു, സർപ്രൈസിങ് ഒരു വട്ടം കഴിഞ്ഞായിരുന്നു. അപ്പം അച്ഛനോട് വന്നിട്ട് അച്ഛനും കൂടെ സർപ്രൈസ് കൊടുക്കണമെന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു. അതിനോണ്ട് പിന്നെ ഞാൻ എടുത്തില്ല, ഞാൻ പൊട്ടിച്ച് നോക്കിയില്ല ഇത് എന്താവാനാണ് സാധ്യത. എനിക്കൊരു പിടിയില്ല, ഒരു പിടിയില്ല. മുക്കി നോക്കിയാൽ മതി, ഇനി കൂട്ട കണ്ടിട്ട് ഇത് കണ്ടുപിടിക്കും. ഓക്കെ, ഇനി അച്ഛൻ നിങ്ങൾ രണ്ടുപേരും കൂടെ അപ്പുറം അപ്പുറം നിന്നിട്ട് അങ്ങോട്ട് ഇതാക്ക്. ആ എന്തിനാണ് മനസ്സിലായില്ലല്ലേ? അതിന്റെ ഫ്രണ്ടിൽ പടമുണ്ട്. മറ്റേ ഇതില് എന്തിരി ഓവല എന്തിനാ പേര്? ഓവൻ ഓവൻ ഓവൻ. അച്ഛൻ ഞെട്ടിയില്ല, അച്ഛൻ ഞെട്ടി കാണിക്കേ. അത് തമ്മിലാണ് ഞെട്ടണം. ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കാൻ തോന്നുന്നു. കേക്ക് ഉണ്ടാക്കുന്നത്, കുക്കീസ് ഉണ്ടാക്കുന്നത്, ശവായി ഉണ്ടാക്കാം, എല്ലാ സാധനവും ഉണ്ടാക്കാം. പിസ്സ ഉണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാം. മുട്ട പപ്സ് ഉണ്ടാക്കാം. പൊട്ടിച്ചാലോ നമുക്ക്? പൊട്ടിച്ചു നോക്ക്. ഈ ബ്രാൻഡ് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു കേട്ടാ, പക്ഷെ ഇത് അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. സർവീസും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. 2 വർഷം വാറണ്ടി ഉണ്ട്, 2 ഇയർ വാറണ്ടി. നമ്മൾ മേടിക്കുന്ന എല്ലാം ഡേറ്റ് കഴിയുമ്പോൾ അതിന്റെ പിറ്റേന്ന് അടിച്ചു. ഒരു ടോർച്ച് അടിച്ചായിരുന്നു, അതിന്റെ പിറ്റേന്ന് ആയപ്പോ അടിച്ചുപോയി. ഫുള്ള് സ്പോഞ്ച്. ഇത് ഇതിന്റെ പാത്രമാണ് കേട്ടോ, അകത്ത് വെക്കുന്ന. വേണ്ടേ ഇതിനകത്ത് വെക്കുന്ന ഓരോ സാധനങ്ങൾ. ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ എടുത്തുകൊണ്ടപ്പോൾ നല്ല കനം ഉണ്ടായിരുന്നു. ഓക്കെ, എടുത്തോ, ഇത് ഞാൻ പിടിക്കാം. യെസ്, യെസ്. 2 ഡോർ ഉണ്ടച്ചാ, കതവ് കണക്ക് സെറ്റ് തന്നെ. വേണ്ട, ഇതിങ്ങനെ 2 സൈഡ് ഇങ്ങനെ അങ്ങ് തുറക്കും. കണ്ടോ, അത് കണക്ക് ഇതിനകത്തൊരു 4 കോയിൽ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ മണ്ടയില്. കറിയൊക്കെ വെച്ച് ചൂടാക്കാം, എല്ലാം വെച്ച് ചൂടാക്കാം. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ചെറിയൊരു വിഷയം എനിക്ക് തോന്നിയൊരു മൈനസ് എന്ന് വെച്ചാൽ ഇതിന്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ട്, ചെറിയ ഈ 2 ഡോറിന്റെ ഇടയ്ക്ക് കണ്ട ഒരു ചിന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് മാത്രമേ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുള്ളൂ. പക്ഷെ അത് ഇച്ചിരി അല്ല, അത് വലിയ വിഷയമില്ല. അവർ കണ്ടായിരുന്നത് അത് ഞാൻ കണ്ടുപിടിച്ചതാ. അവിടെ നിന്ന് ഒത്തിരി നേരം നോക്കിയപ്പോൾ അത് എനിക്ക് തോന്നി. അല്ല, അത് സത്യമാണ്. പിന്നെ അത് ഒത്തിരി നേരമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ഹീറ്റ് പുറത്ത് വരും. അല്ല, അത് സീനില്ല. കുറെ പാത്രമൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് വരെ ഇത് ഓവൻ്റെ സംഭവം നമ്മൾ മേടിച്ചിട്ടില്ല. അത് ഇതിനകത്ത് എങ്ങനെ വെക്കുന്നത് എനിക്ക് അറിയത്തൊന്നുമില്ല കേട്ടോ. അത് നോക്കി നമുക്ക് പഠിക്കാം. നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് വെക്കാനുള്ളതായിരിക്കും കേട്ടോ. ഇതിനകത്ത് ഇത് കമ്പിയൊക്കെ കൊണ്ടുവരേ. അതെ, ഇത് ചിക്കൻ കറക്കുവഴി ഉണ്ടാക്കാനാന്ന് തോന്നുന്നില്ലേ? ഇത് അങ്ങനെയുള്ള എന്തെങ്കിലും ഇതിലും അറിയാൻ പോയി. വേണ്ട, ഈ കമ്പിയൊക്കെ ഉണ്ട്, സ്റ്റീൽ കാറ്റലോഗിനകത്ത് കാണും. ഇത് ചിക്കൻ്റെ അകത്തൂടെ കയറ്റിയിട്ട് കറക്കാനുള്ളതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഐറ്റം എടുത്ത് അടുക്കളയിൽ കൊണ്ട് വെച്ച് കേട്ടാ. പക്ഷെ ഇവിടെ വെക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഈ വെള്ളം വീടും ഇല്ലേ ചിലപ്പോൾ. ഒരു കവർ എടുത്ത് എൻ്റെ മണ്ടയിട്ടാൽ അത് കുഴപ്പമില്ല. അപ്പം ഉദ്ഘാടനം ചെയ്യാം. ഫസ്റ്റ് അമ്മ തന്നെ. അമ്മ, ഇത് അമ്മയ്ക്കുള്ളതാണ്. കമോൺ, ഓണാക്ക്. ഇതാ ബട്ടൺ. അതിൽ ഞെക്കിക്കൊണ്ടിരുന്ന ഒരു ഞെക്കൂടെ കൊടുത്തേ. വിട്ടിട്ട് വിട്. ഒരു ഞെക്കൂടെ കൊടു, ഒരു ഞെക്ക് മാത്രം. ഓണായി. ഓക്കെ കേട്ടോ. ഇതിനകത്ത് ഒത്തിരി മോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡിജിറ്റലാണ്. നമുക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ഇതെല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ ആദ്യമായിട്ട് മേടിക്കുന്നതുകൊണ്ടായിരിക്കും. എയർ ഫ്രൈ, ബേക്ക്, ടോസ്റ്റ്, റോസ്റ്റ്, പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ മോഡ്, അങ്ങനെ ഒത്തിരി മോഡുകളുണ്ട്. അതിൽ ഓണാക്കാൻ ലൈറ്റ് എത്തി. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി നോക്കാച്ചാ. നമുക്ക് ചിക്കൻ വേണ്ട, നമുക്ക് കുക്കീസ് ഉണ്ടാക്കാം. ഫസ്റ്റ് നമുക്ക് കുക്കീസ് തന്നെ ഉണ്ടാക്കാം, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. കുക്കീസ് അതിൽ ബിസ്ക്കറ്റ് കണക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന സ്നാക്സ്. ഞാൻ ഇനി കേക്കൊക്കെ ഉണ്ടാക്കും. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ കേക്ക് ഉണ്ടാക്കണമെന്ന്. ഇനി ഞാൻ ഉണ്ടാക്കും. ഇതാണ് കേട്ടോ ബട്ടർ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം. അത്ര ഇടാല്ലേ ബട്ടർ. ഇതെന്താ വീരാത്ത? അത്ര ഇരിക്കട്ടെ. ഉദ്ഘാടനമല്ലേ അല്ലേ? അപ്പൊ നമ്മൾ പിശുക്ക് പാടില്ല. 50 രൂപയ്ക്ക് നോക്കിയായിരുന്നു. അതെനിക്കിട്ട് ആക്കിയില്ല, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല.
കത്തി എന്ത് ചെയ്തത്? ഇതില്ല അതിൻ്റെതല്ലേ? അതൊക്കെ ഇപ്പോഴേ പാർട്സ് ആക്കി ഇതിനകത്താക്കിയ. അത് വേണോ ഇനി? അല്ല ഇവിടെ ഇരിക്കട്ടെ. ഞാൻ നോക്കിയപ്പോ പുതിയൊരു സാധനം അതൊക്കെ പാർട്സ് ആക്കി അതിനകത്ത് വെച്ച്. ഇത് മറ്റേ ഇല്ല സാധനമാണ് അച്ഛ. ഇതാണ് ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗർ അത് എന്ന് വെച്ചാൽ മറ്റേ ഐറ്റം അല്ല, പഞ്ചാരയുടെ നിറം മാറിയ ഐറ്റം. നിറം മാറി പക്കി. നിറം മാറി പക്കി. ഇങ്ങനത്തെ പഞ്ചാര? ഇങ്ങനത്തെ പഞ്ചാരയുണ്ട്. ഇത് പണ്ടില്ല, പണ്ട് നമ്മുടെ കൊച്ചുനാൾ ഈ റേഷൻ കടയിൽ നിന്ന് ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള പഞ്ചാര കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയല്ല, ഇത്ര കളറില്ലെങ്കിലും ഒരുമാതിരി പഞ്ചാരയൊക്കെ വന്നിട്ടുണ്ട്. കോഫിയുടെ മണം നമ്മൾ ഇതൊന്നും മേടിച്ചിട്ടില്ലല്ലേ? ഓ ഇത് കോഫിയുടെ. ആ അച്ഛ ഇത് മറ്റേ ഇല്ല സാധനമാണ്, മനസ്സിലായി? ഒരു വേറൊരു സൈസ് കൽക്കണ്ട ഉണ്ടല്ലേ? കൽക്കണ്ടിന്റെ വേറൊരു പനകൽക്കണ്ട്. ആ അത് പൊടിച്ചതാണ് കേട്ടോ ഇത്. ഓ അത് എനിക്ക് കണ്ടപ്പോഴേ അത് തോന്നി, ഞാൻ പിന്നെ പറയാൻ. ഒന്നും മറന്നു പോവല്ലേ? മുട്ടയാണോ? മുട്ട വേണ്ട, മൈദ. ആ മൈദ മൈദ എടുക്ക്. ദിസ് ഈസ് ലാസ്റ്റ്. ആവശ്യമില്ലാത്ത പോയി ഇപ്പോഴും എടുക്കല്ലേ. പാല് വേണോ? മൈദ എടുക്ക്. ഇത് എന്തൊരാവൂന്ന് അറിയാൻ വേണ്ടിട്ടേ ഭയങ്കര ഒരു ആകാംക്ഷ. ഞാനും ഓവനൂടെ കരിയും മിക്കവാറും. ഇത് 2 കപ്പം കണ്ടൊക്കെ വേണം. ഇതിനൊക്കെ ഈ ബേക്ക് ചെയ്യുന്നതിന് കറക്റ്റ് അളവ് വേണം കേട്ടോ. നമ്മൾ മറ്റേ രീതിയിൽ ഉണ്ടാക്കി പറ്റൂല. എനിക്ക് ഒട്ടും പറ്റാത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അളവ് പറ്റൂല, കൈ കണക്ക് തന്നെ. ഇങ്ങനെ അരിച്ചരിച്ചെടുക്കണം കേട്ടോ. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കുറച്ച്. മതി. ഇനി അയ്യോ വേറൊരു സാധനം ഇട്ടില്ല, ബേക്കിംഗ് പൗഡർ ഇട്ടില്ല. മറന്നുപോയി. അച്ഛ ഇച്ചിരി ബേക്കിംഗ്. അതെന്ത് ചെയ്യുമ്മ? ബേക്കിംഗ് പൗഡർ കുറച്ച് ബേക്കിംഗ് പൗഡർ. ഇത് മറന്നുപോയിട്ട്. ഇത് പൊടി ഇടുമ്പോൾ ആദ്യമേ ഇടണമായിരുന്നു. ഇല്ല ഇത്ര മതി തോന്നല്ലേ? സോഡാപ്പൊടി തവി വെച്ച് ഇളകിയിട്ട് ഒരു ഇത് വരുന്നില്ല, അതുകൊണ്ട് കൈ കൊണ്ടങ്ങ് ഇളക്കി സെറ്റാക്കി കേട്ടോ. ഓക്കെ, ഈ ഒരു മതി. മൈദ, ചോക്കോ ചിപ്സ് കൂടെ ആഡ് ചെയ്യാം. കുറച്ച് തോനായിരിക്കട്ടെ. ഇത് കൊള്ളാല്ലേ? ചോക്കോ ചിപ്സ്, ചോക്ലേറ്റ്. ഇതില്ലേ ഹാപ്പിയുടെ ഫുഡ് കണക്കല്ലേ കുരു. ഇങ്ങനെ ഉണ്ട ആക്കണം. ബലി വെക്കൂലേ? ബലി കാക്കയ്ക്ക് കുഴക്കട്ട. അതുപോലെ നമ്മൾ ഉണ്ടയാക്കണം. ഇതുപോലെ ആക്കണം ഉണ്ട. എന്നിട്ട് എങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. വലിയ ഷേപ്പൊന്നും നോക്കിയൊന്നും വേണ്ട. ഇത്രേ ഉള്ളൂ. ഇതിന് ഈ ഉണ്ടായിട്ടിരിക്കും പിരികോ? ഇല്ല, ഇത് താനെ പിരിത്ത് തരും. പിരിത്ത് തരും. എനിക്കൊന്ന് ഇത്രയും വലിയ ഉണ്ട ആക്കണ്ടെന്ന് തോന്നുന്നു കേട്ടോ അച്ഛാ. ഓക്കെ ഗൈസ്, നമ്മൾ കുക്കീസൊക്കെ ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മണ്ടയിൽ കുറച്ചുകൂടെ ചിപ്സ് ഇട്ട്. ഇതെങ്ങനെ വരുമെന്ന് അറിഞ്ഞൂടാ. ഇത് ജസ്റ്റ് ട്രൈ അല്ലേ? ആദ്യത്തെ പരിപാടി. ലൈറ്റ് ഓൺ ആവുക. യെസ്, ഓക്കെ സെറ്റ്. സുഹൃത്തുക്കളെ, അകത്ത് കുക്കീസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ബട്ടർ പേപ്പർ വെച്ചത് കുറച്ച് ഇങ്ങോട്ടായി പോയി. ആ കോയിൽ പോയിട്ട് അത് കത്താൻ പോയി. പിന്നെ ഇത് ഇന്ന് അടിച്ചു പോയായിരുന്നു ഈ സാധനം. പിന്നെ അത് ഇളക്കിയിട്ട് ഇതാണ്ട് കട്ട് ചെയ്തൊക്കെ വെച്ച് കേട്ടോ അച്ഛൻ. ഇത് നമ്മൾ ആദ്യത്തെ പരീക്ഷണമാണ്. ചിലപ്പം സക്സസ് ആവും, ചിലപ്പം വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും അത് നമുക്ക് ഏതായാലും സൂപ്പറാണ്. എക്സ്പീരിയൻസ് അല്ലേ? അതെ, ഫസ്റ്റ് ടൈമാണ്. അത് ഉള്ളതാണ്. അതെ, ഇത് പൊട്ടിത്തെറിക്കരുത്. മതി, അത്രേ ഉള്ളൂ. പൊട്ടിയ ആ പേപ്പർ കത്തി കേട്ടാ. ആ കത്തി അത് കട്ട് ചെയ്ത് കളഞ്ഞ പേപ്പർ വെച്ച് കത്തിപ്പോയായിരുന്നു. കഴിഞ്ഞു കേട്ടോ, കഴിഞ്ഞു 15 മിനിറ്റ് കേട്ടോ നമ്മൾ വെച്ചത്. 180 ഡിഗ്രി സെൽഷ്യസ് 15 മിനിറ്റ്. നല്ല ചൂട്. കൈ വെച്ചോ, അച്ഛൻ വെച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മറ്റേ പിടിക്കണ സാധനം എന്ത് ചെയ്യും? തുണി വെച്ച് എടുക്കുക കേട്ടോ. ഇതിന് ഇനി കുറച്ച് സാധനം പിടിക്കണം. മറ്റേ കൈ പിടിക്കണ ഗ്ലൗസ് ഇതൊക്കെ. ഓക്കെ ഓക്കെ, സെറ്റായെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനി ഒന്ന് തണുത്താലേ കറക്റ്റ് സംഭവം എന്തോന്ന് അറിയത്തുള്ളൂ. പക്ഷെ നമ്മൾ റൗണ്ടിനാണ് വെച്ചത് അല്ലേ? പി ഷേപ്പിലായി കിട്ടി. പുള്ളിയാണ്
അത് കട്ടിയാവും വെയിറ്റ് അത് ഇനി ഹേ ഗൈസ്, അപ്പം നമ്മുടെ കുക്കീസൊക്കെ തണുത്ത് സെറ്റായിട്ടോ. സംഭവം ഒരു ഇച്ചിരി കരിഞ്ഞു പോയി. നമ്മൾ രണ്ടാമത് വെച്ചത് അത് മൊത്തം ഫ്ലോപ്പായി പോയി കേട്ടോ. കുറച്ചുകൂടെ തണുക്കണം, എന്നാലേ കുറച്ചുകൂടെ ഒരു ക്രിസ്പിനെസ് വരത്തുള്ളൂ. ഇച്ചിരി തണുത്ത കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. അതുപോലെ കറക്റ്റ് അളവിനൊക്കെ ഉണ്ടാക്കിയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ, കുഴപ്പമില്ല. ടേസ്റ്റ് ഉണ്ടോ? ബേക്ക് ചെയ്ത് ചൂട് കൂടി പോയെന്ന് കുറച്ചുകൂടെ കുറച്ച് വെക്കണമായിരുന്നു. ഇനിയിപ്പം ഇതിനകത്ത് കറിയൊക്കെ ചൂടാക്കാം കേട്ടോ അമ്മ. കറി ചൂടാക്കാം, ചോറ് ചൂടാക്കാം. നീ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു കൊടുത്തില്ല. ഇഷ്ടപ്പെട്ട അമ്മയ്ക്ക്? അതല്ല, ഇത് ഇഷ്ടപ്പെട്ടോ? അത് ഇഷ്ടപ്പെട്ടു. പിന്നെ അച്ഛനാ? അടിപൊളി സാധനമല്ലേ? ഏകദേശം എന്തായാലും അത്രേ ഉള്ളൂ. ഓൻ മേടിച്ചു, അത് നിങ്ങളെ കാണിക്കാനായിട്ട് വന്നത്. ഞാൻ ഓൻ മേടിച്ചു. ഇനിയിപ്പോ നമുക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്യാനൊക്കെ പറ്റും. ഏകദേശം എന്തായാലും അത്രേ ഉള്ളൂ. തീരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ ഇടുന്നവരെ ബൈ.